ഹലോ, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരുടെയും വീട്ടിൽ കാണുന്ന ഈ പ്ലാസ്റ്റിക് സ്പൂൺ ഉണ്ടല്ലോ, ഇത് വെച്ചിട്ടൊരു കിടിലൻ ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന 4 പ്ലാസ്റ്റിക് സ്പൂൺസാണ്. അപ്പോൾ സ്പൂൺ എടുത്തിട്ട് ഈ കാണിക്കുന്നത് പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ 4 സ്പൂണും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സ്പൂണിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതാണ് ആവശ്യം. ഇതിനെ ഈ കാണിക്കുന്നത് പോലെ എൻ്റെ ബാക്ക് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കളയുക. അങ്ങനെ ആ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഗ്ലൂ ഗണ്ണാണ് ഉപയോഗിക്കുന്നത്. ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ 4 സ്പൂൺ ഒട്ടിച്ച് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടപ്പോൾ തന്നെ ഏകദേശം പിടിയിട്ട് കാണും ഇത് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. അങ്ങനെ എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെറിയ കമ്പി പീസ് എടുക്കുന്നുണ്ട്. അതിനെ ഒന്ന് മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കുക. അതിനെ ഞാൻ ടോപ്പ് ഭാഗത്ത് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒട്ടിക്കേണ്ട പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി എന്താണ്, ഇനി നമുക്ക് ഇതിലൊന്ന് പെയിൻ്റ് അടിച്ച് സെറ്റാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ ആക്രിലിക്കിൻ്റെ റെഡ് കളർ പെയിൻ്റാണ് എടുക്കുന്നത്. അതിനൊന്ന് മൊത്തത്തിൽ ഇതുപോലെ ഒന്ന് പെയിൻ്റ് അടിച്ച് കൊടുക്കുക. അങ്ങനെ ഞാൻ കംപ്ലീറ്റ് റെഡ് കളർ അടിച്ചു കഴിഞ്ഞു. ഇനി ബ്ലാക്ക് കളറാണ് ആവശ്യം. അങ്ങനെ ബ്ലാക്ക് കളർ എടുത്ത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ സ്പൂണിൻ്റെ ആ നീളമുള്ള ഭാഗം ഉണ്ടല്ലോ, അവിടെ ബ്ലാക്ക് കളർ പെയിൻ്റ് അടിച്ചു കൊടുത്തു. അപ്പോൾ ഇനി ആവശ്യം വൈറ്റ് കളറാണ്. അപ്പോൾ ഇതിലൂടെ അടിച്ചു കൊടുത്താൽ ഒരു ബട്ടർഫ്ലൈയുടെ ഒറിജിനൽ ലുക്ക് വരത്തുള്ളൂ. അപ്പോൾ ഞാൻ വൈറ്റ് കളർ കൂടി ഇതുപോലെ ഒന്ന് ഡോട്ട് ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ആ വൈറ്റ് കളർ ഡോട്ട് ഇട്ട് കൊടുത്തപ്പോഴാണ് ആ ബട്ടർഫ്ലൈക്ക് ഒറിജിനൽ ലുക്ക് വന്നത്. നമ്മൾ വെറുതെ എടുത്തെറിയുന്ന സ്പൂണാണ്. ഇനി നിങ്ങളാരും ഇതുപോലത്തെ പ്ലാസ്റ്റിക് സ്പൂണൊന്നും വലിച്ചെറിയാൻ പോകുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇതുപോലത്തെ വേസ്റ്റ് മെറ്റീരിയൽസൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ഇതിലും കിടിലൻ വർക്ക്സൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. ഇതിലും കിടിലൻ ഐഡിയാസുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.